കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല. അത് ഓരോ പ്രഭാതത്തിലും പുതുമയുള്ളതാണ്. പ്രിയരെ, മുഖവരയും പരിചയപ്പെടുത്തലും ആവശ്യമില്ലാത്ത ഒരു പ്രോഗ്രാമിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അതിന് കാരണം നമ്മോടൊപ്പമുള്ള വിശിഷ്ടാതിഥി, ടീമംഗങ്ങൾ, അവരുടെ ശുശ്രൂഷകൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും വിദേശത്തുമുള്ള ലക്ഷോപലക്ഷം കുടുംബങ്ങളിൽ അഭിഷേകത്തിൻ്റെ ജ്വാലയായിട്ട്, ആത്മീയ ഉണർവായിട്ട്, അഗ്നിയായി പെയ്തിറങ്ങിയിട്ടുണ്ട്. ദൈവവചനത്തിൻ്റെ മഹത്വവും സന്തോഷവും സൗഖ്യവും ഈ ഒരു ശുശ്രൂഷയിലൂടെ അനുഭവിച്ചറിയാത്ത ഒരു കുടുംബങ്ങളും ഉണ്ടാകില്ല. ധ്യാനകേന്ദ്രം വിട്ട് കുടുംബങ്ങളിലേക്ക് എത്തിയ ഈ ആത്മീയ ശുശ്രൂഷയായ അഭിഷേകാഗ്നി, നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പേര് പോലെ അഭിഷേകാഗ്നിയുടെ 1000 പൊന്നാളങ്ങൾ, 1000 എപ്പിസോഡുകൾ പൂർത്തിയാക്കുമ്പോൾ നമുക്ക് സന്തോഷിച്ച് ആഹ്ലാദിക്കാം. ഈ പ്രോഗ്രാമിൻ്റെ അമരക്കാരൻ നമ്മുടെ ഒപ്പമുണ്ട്. കയ്യിലും മെയ്യിലും മനസ്സിലും ആത്മാവിലും മാത്രമല്ല, തൻ്റെ നിഷ്കളങ്കമായ ചിരിയിൽ പോലും ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുള്ള സഹിയോൻ ധ്യാനകേന്ദ്രത്തിൻ്റെ സ്ഥാപക ഡയറക്ടർ, ഏറെ ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ നമ്മോടൊപ്പമുണ്ട്. കൂടെ ടീമംഗങ്ങളായ ഇപ്പോഴത്തെ സഹിയോൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ സോജി ഓലിക്കലച്ചൻ, അതേപോലെ തന്നെ ഈ സഹിയോൻ്റെ തന്നെ വചനപ്രഘോഷകനായ സാംസൺ മണ്ണൂറച്ചൻ, ആദ്യകാലം മുതൽ വട്ടായിലച്ചൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ ബെനീറ്റ, ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട വട്ടായിലച്ച, ഈ ഒരു ശുശ്രൂഷയുടെ 1000 എപ്പിസോഡുകൾ പൂർത്തിയായി കഴിഞ്ഞു. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പേര് കാണുന്ന പോലെ അഭിഷേകാഗ്നിയുടെ 1000 പൊന്നാളങ്ങൾ. ഈ വരുന്ന ഞായറാഴ്ച 1000ാമത്തെ പൊന്നാളം പ്രേക്ഷകർക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു ആത്മീയ ശുശ്രൂഷ ഒരു ധ്യാനകേന്ദ്രം വിട്ട് വീടുകളിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും അതിലെല്ലാം ഉണ്ടായിരുന്നു. അതിൽ പ്രാർത്ഥനയുണ്ട്, സ്തുതിപ്പുണ്ട്, ഡാൻസുണ്ട്, വചനമുണ്ട്, സാക്ഷ്യമുണ്ട്, ഒപ്പം വലിയ സമാധാനവും ആശ്വാസവും സന്തോഷവും സൗഖ്യവും. അപ്പോൾ ഈ ഒരു ആത്മീയ ശുശ്രൂഷ തുടങ്ങുവാനുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ ഒരു പ്രേരക ശക്തി, അതിൻ്റെ ഒരു തുടക്കത്തെക്കുറിച്ച് അച്ഛനൊന്ന് സംസാരിക്കാവും. തീർച്ചയായും എനിക്ക് വളരെ സന്തോഷമുണ്ട് അഭിഷേകാഗ്നിയുടെ തുടക്കത്തെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും പ്രേക്ഷകരോടും പങ്കുവെക്കാൻ. അട്ടപ്പാടി സഹിയോൻ ധ്യാനകേന്ദ്രം ഒരു ചെറിയ വിധത്തിൽ അട്ടപ്പാടിയിൽ നടന്നു വരികയായിരുന്നു. ആ സമയത്ത് ഈ ഷാലോം ചാനൽ ആരംഭിക്കുന്ന ആ ആരംഭഘട്ടത്തിൽ തന്നെ ഷാലോമിൻ്റെ സ്ഥാപക ഡയറക്ടറായിരുന്ന ബഹുമാനപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ ബെന്നി സാറും ടീമംഗങ്ങളും അച്ഛനെ സന്ദർശിക്കാൻ വന്നു. അവർ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ഷാലോമിൽ പ്രോഗ്രാമുകൾ വെൽക്കം ചെയ്യുന്നുണ്ട്, അച്ഛന് സാധിക്കുമെങ്കിൽ പ്രോഗ്രാമുകൾ ചെയ്യുന്നത് നല്ലതാണ്. അന്ന് ഒരു സാധ്യതയില്ല, കാരണം ഇവിടെ ക്യാമറയില്ല, ഇവിടെ ടെലിവിഷൻ മീഡിയ രംഗത്തുള്ള ശുശ്രൂഷ പരിചയമുള്ളവരാരുമില്ല. അതുപോലെ ഈ ടെലിവിഷനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല, കാരണം അതിൻ്റെ ചിലവ്, എക്സ്പെൻസ്, അങ്ങനെയുള്ള, പിന്നെ ക്യാമറ വാങ്ങണം, ഇത് ലൈറ്റ്, സ്റ്റുഡിയോ ഒന്നുമില്ല. പക്ഷേ അങ്ങനെ ബെന്നി സാറ് പറഞ്ഞു, അതിനുശേഷം പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. എന്തായാലും ദൈവത്തിൻ്റെ ഒരു സ്വരമായിട്ട് എനിക്കത് തോന്നി. ഞങ്ങൾ ടീം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു, പലതവണ പ്രാർത്ഥിച്ചു. അന്ന് സാബു കാസർഗോഡ് എന്ന് പറഞ്ഞ ബ്രദറുണ്ട്, ഇന്നും സാബു ബ്രദർ നമ്മുടെ കൂടെയുണ്ട്. സാബു ബ്രദർ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് സാബു പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ ഒരു വിളിയാണ്, ബെന്നി സാറിലൂടെ കർത്താവ് വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അതെ, കർത്താവ് വിളിക്കുകയാണ്. കൂടെയുള്ള എല്ലാവരും ഒരേ സ്വരത്തിൽ, ആത്മാവിൻ്റെ ഒരേ ഐക്യത്തിൽ പറഞ്ഞു, നമുക്ക് കർത്താവിൻ്റെ ഈ സ്വരത്തിന് കാതോർക്കാം, നമുക്ക് അധ്വാനിക്കാം, നമുക്ക് ചെയ്യാം.
കാര്യമൊന്നും കയ്യിലില്ലെങ്കിലും അല്ലെങ്കിൽ ഒരു ഐഡിയ ഇല്ല, ഒരു സാധ്യതയും മുന്നിൽ കൺമുമ്പിലില്ലെങ്കിലും വിശ്വാസത്തിൽ നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും ഒറ്റ മനസ്സോടെ കൂടെ നിന്നു. അതുപോലെ തന്നെ അന്ന് തന്നെ സിസ്റ്റർ ബെനിറ്റ CMC ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അതുപോലെ ഇത് ഇങ്ങനെ ശക്തമായ ദൈവത്തിൻ്റെ സ്വരമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടപ്പോൾ ഉടനെ ഞങ്ങൾ ചെയ്തത് മനത്തോടത്തെ പിതാവിൻ്റെ അടുത്ത് ചെന്നു. പാലക്കാട് രൂപതാധ്യക്ഷൻ, അതുപോലത്തെ സിഗിയോൻ ധ്യാന കേന്ദ്രത്തിലൊക്കെ അതിൻ്റെ ആത്മീയ പിതാവ് മനത്തോടത്തെ പിതാവിൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. മനത്തോടത്തെ പിതാവ് പറഞ്ഞു, ദൈവത്തിൻ്റെ സ്വരമാണെങ്കിൽ ഉറപ്പായിട്ടും നിശ്ചയമായിട്ടും അത് നടപ്പാക്കുന്നത് നല്ലതാണ്. അത് പിതാവ് ബ്ലെസ് ചെയ്തു, അനുഗ്രഹിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് അങ്ങോട്ട് ദൈവം ക്രമാനുഗതമായി പ്രവർത്തിക്കാൻ തുടങ്ങി. മാനുഷികമായി യാതൊരു സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ ഇത് ടെക്നിക്കൽ ആയിട്ടുള്ള ആളുകളില്ല, പിന്നെ അട്ടപ്പാടിയാണ്, കറണ്ട് എപ്പോഴും പോകും, പിന്നെ സ്റ്റുഡിയോ ഇല്ല, പിന്നെ ഈ സംവിധാനം ഇല്ലെങ്കിലും അത് ദൈവത്തിൽ ആശ്രയിച്ച് ആരംഭിച്ചു. അത് കർത്താവ് മുന്നോട്ട് അത്ഭുതകരമായി നയിച്ചു. ഇന്ന് 1000ാമത്തെ എപ്പിസോഡിലേക്ക് എത്തുമ്പോൾ 1000 പൊന്നാളങ്ങൾ തന്നെയാണത്. കാരണം അത് ഓരോന്നും എടുക്കാൻ അഗ്നിയായി ഒരുപാട് പേര് എരിഞ്ഞ് തീർന്ന ഒരു ശുശ്രൂഷയാണത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്തോഷത്തോടെ ആദ്യകാലങ്ങൾ അനുസ്മരിക്കുകയാണ്. ഈ ശുശ്രൂഷയുടെ 1000 എപ്പിസോഡ് ഈ ഞായറാഴ്ച വരികയാണ്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അത് തീർച്ചയായിട്ടും 1000ാമത്തെ പൊന്നാളത്തിൻ്റെ ദീപ്തിയാൽ നമ്മുടെ സമൂഹം, കുടുംബങ്ങളെല്ലാം അലങ്കരിക്കപ്പെടും. അപ്പോൾ ഈ ഒരു ആത്മീയ ശുശ്രൂഷയിൽ വചനമാണല്ലോ ഈ സൗഖ്യവും സമാധാനവും വിടുതലും എല്ലാം കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ വചനത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ, എനിക്ക് തോന്നുന്നു ആ സമയത്ത് അച്ഛൻ്റെ കൊച്ചച്ഛനായിരുന്ന, ഇപ്പോഴെൻ്റെ ഡയറക്ടറായിരിക്കുന്ന സോജിയച്ചൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അച്ഛന് വചനത്തോടുള്ള ഒരു ദാഹത്തെക്കുറിച്ച്. ഭക്ഷണം പോലും ഉപേക്ഷിച്ച് ദീർഘസമയം ഇതിനു വേണ്ടിയിട്ട് ഒരു സമർപ്പണത്തോടു കൂടി ഇരിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒന്ന് തൃപ്തി വരുന്നില്ലെന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു ഇതെടുത്തു തൃപ്തി വരുന്നില്ല, അത് വീണ്ടും 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 എടുത്ത് കഷ്ടപ്പെടാനായിട്ട്. എനിക്ക് തോന്നുന്നത് ആ ഒരു ഡെഡിക്കേഷൻ, അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ആ സമർപ്പണം, അതായിരിക്കും കുടുംബങ്ങളിലേക്ക് വലിയ സൗഖ്യമായിട്ട് കടന്നു ചെന്നത്. അപ്പോൾ ഈ വചനത്തോടുള്ള ഒരു ദാഹം, ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ, അതിൻ്റെ ഒരു സമർപ്പണം, ആ സമർപ്പണത്തെക്കുറിച്ച് അച്ഛനൊന്ന് പറയാം. അഭിഷേകാഗ്നി എപ്പിസോഡുകൾ ആരംഭിച്ച് അത് വാസ്തവം പറഞ്ഞാൽ വലിയൊരു സമർപ്പണം ആവശ്യപ്പെട്ട ഒരു തീരുമാനമായിരുന്നു അഭിഷേകാഗ്നി ശുശ്രൂഷ. കാരണം ഓരോ ഞായറാഴ്ചയും വചനത്തെ ധ്യാനിച്ച് ആ വചനം അത് ഹൃദയത്തിൽ നിന്ന് ദൈവമക്കളോട് പങ്കുവെക്കണം. വളരെ വലിയൊരു സമർപ്പണം. സത്യത്തിൽ ഞാൻ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് ദൈവം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവുകയാണ്. എനിക്ക് ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ കൂടെയുണ്ട്, സൂചിപ്പിച്ചതുപോലെ വചനത്തോട് എനിക്ക് ഭയങ്കരമായൊരു സ്നേഹമാണ്. വചനം ഇരുന്ന് വായിക്കാനും പഠിക്കാനും അല്ലെങ്കിൽ ചിന്തിക്കാനൊക്കെ തുടങ്ങിയാൽ അത് പിന്നെ ഭക്ഷണമോ പിന്നെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ അറിയാലോ. അത് ഒരുങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമുക്കതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചിന്ത വരുള്ളൂ. ഇപ്പോൾ ഒരു വചന പ്രഭാഷണത്തിനോട് ഒരുങ്ങുകയാണെങ്കിൽ, പ്രാർത്ഥിക്കാനിരുന്നാൽ അതൊന്ന് ശരിയായതിന് ശേഷമേ നമുക്ക് പിന്നെ ഇതിനെക്കുറിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ശ്രദ്ധ വരുള്ളൂ. അപ്പോൾ അതേപോലെ അതിൽ ശ്രദ്ധിക്കാനായിട്ട് ദൈവം ഒരു കൃപ തന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ഒരു കരുണയാണത്, വചനത്തിന് വേണ്ടി കർത്താവ് തന്ന താല്പര്യം. പിന്നെ അതിനുവേണ്ടി ഒരുങ്ങുന്ന സമയത്ത് നമുക്ക് സിസ്റ്റർമാർ, മിൻറ്റാമ്മ സിസ്റ്ററിന് പ്രത്യേകിച്ച് അറിയാം, ഒരു എപ്പിസോഡ് എടുക്കാൻ തുടങ്ങുമ്പോൾ അന്ന് ആദ്യകാലത്ത് ഒരുപാട് തടസ്സങ്ങളാണ്. ചിലപ്പോൾ സ്റ്റുഡിയോക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എടുക്കും, വേർത്ത് കുളിക്കുന്നു, പിന്നെ അതൊക്കെ മാറ്റി ഒന്നും കൂടെ എടുക്കുന്നു. കുറച്ച് നേരം പകുതി എത്തി കഴിയുമ്പോഴായിരിക്കും നമ്മൾ നോക്കുമ്പോൾ പല കാര്യങ്ങളും ശരിയായിട്ടില്ല, അപ്പോൾ അത് മാറ്റി കുറച്ചും കൂടെ നന്നായിട്ട് എടുക്കണമെന്ന് പറയണു. ചില എപ്പിസോഡുകൾക്ക് 2, 3, 4 മിനിറ്റമ്മയ്ക്ക് ചിലപ്പോൾ കുറച്ച് കൂടുതൽ അതിന് ദൃക്സാക്ഷി എന്ന നിലയ്ക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. എപ്പിസോഡ് എടുക്കാമെന്ന് പറഞ്ഞ സമയം തുടങ്ങി നോക്കുമ്പോൾ അച്ഛൻ എടുക്കാമെന്ന് പറയും, പക്ഷേ ഒന്നുകിൽ കറണ്ട് പോവും, അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരുങ്ങിയത് തന്നെ മണിക്കൂറുകൾ അച്ഛൻ ചെലവഴിച്ചിട്ടാണ്. അതിൻ്റെ ഇടയിൽ ഒരാൾ പോലും അച്ഛൻ്റെ അടുത്ത് എന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അത്ര കർശനമായിരുന്ന് വചനം പഠിച്ചിട്ട് പോലും പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിച്ച് ആയോ ഇല്ലേന്നോ ഉള്ളത് അച്ഛന് തന്നെ അറിയാം. അതുകൊണ്ട് അച്ഛൻ അത് ശരിയായില്ലെങ്കിൽ ഉടനെ നിർത്തിയിട്ട് വേറെ സ്ഥലത്ത് വേറെ
ഒരുങ്ങും, ഒന്നുകൂടി ഒരുങ്ങിയിട്ട് പറയും, ഒന്നും കൂടെ നമുക്ക് പ്രാർത്ഥിച്ച് ഒന്നുകൂടി എടുക്കാം എന്ന് പറയും. അപ്പോൾ എല്ലാവരും റെഡി. അപ്പോൾ അച്ഛൻ പറയും, അന്ന് എല്ലാവരും പോയി ഒരു കൊന്തയല്ല്, ഒരു കുരിശിൻ്റെ വഴി ചെല്ല്, ഒരു കുരിശിൻ്റെ വഴി ചെല്ലാൻ പറയുമ്പോൾ ചിലപ്പോൾ കൽപ്പാതയിലേക്ക് വിടും, കുരിശിൻ്റെ വഴി ചെല്ല്. അങ്ങനെ ഓരോ പ്രാർത്ഥനകൾ ഇടയ്ക്ക് ചൊല്ലി വീണ്ടും അതെടുത്തിട്ടാണ് ആ എപ്പിസോഡിനെ പൂർത്തിയാക്കുക. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഈറ്റുനോവ് അനുഭവിക്കുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അച്ഛന് എത്ര ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. Praise the Lord. Hallelujah. സുഭാഷിതങ്ങളുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ 21-ാം തിരുലിഖിതം, മനുഷ്യൻ പലതും ആലോചിച്ചു വെക്കുന്നു, നടപ്പിൽ വരുന്നത് കർത്താവിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും നടക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ദയയാണ്. ദൈവത്തിൻ്റെ ദയ കൊണ്ടാണ് നമുക്ക് വചനം പ്രഘോഷിക്കാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ ദയ കൊണ്ടാണ് വചനം കേൾക്കാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ ദയയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടുന്നത്. അപ്പോൾ ഈ 1000 പൊന്നാളങ്ങളും പ്രേക്ഷകരുടെ മുന്നിലെത്തുമ്പോൾ അതിന് പിന്നിലുള്ള വലിയൊരു അധ്വാനത്തെ, വലിയൊരു സമർപ്പണത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമായി. ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ അഭിഷേകാഗ്നി എന്ന് പറയുന്ന ഒരു പേരോടുകൂടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു അഭിഷേകാഗ്നി എന്ന പേരിൽ തന്നെ വലിയൊരു കൃപയുള്ളതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചു കഴിഞ്ഞാൽ അഭിഷേകത്തിൻ്റെ അഗ്നി, അഗ്നിയുടെ അഭിഷേകം, പ്രോഗ്രാം കണ്ടു കഴിയുമ്പോൾ നേരെ തിരിച്ച് അഗ്നിയുടെ അഭിഷേകമായിട്ട് മാറുക. അപ്പോൾ ഈ അഭിഷേകാഗ്നി എന്ന് പറയുന്ന പേര്, അതേപോലെ തന്നെ അതിൻ്റെ ടൈറ്റിൽ സോങ്ങും ഒത്തിരി എൻ്റെ ഹൃദയത്തിന് ആശ്വാസവും കുളിർമയും തരുന്ന, അപ്പോൾ അതിൻ്റെ തുടക്കം തന്നെ അത്രയും കൃപ നിറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പേര്, അതേപോലെ തന്നെ അതിൻ്റെ ഒരു ടൈറ്റിൽ സോങ്ങിനെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന്. ആ പേര് വളരെ ദൈവകൃപയുള്ളൊരു പേരായിട്ട് പലപ്പോഴും എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. അതൊരു കുളിർമയും ഒരു ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് നമ്മൾ പൊതിയുന്ന ഒരു അനുഭവമെല്ലാം പേരിലൂടെയും എനിക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ സോജിയസനാണ് ഈ അഭിഷേകാഗ്നി എന്ന ആ ഒരു വാക്ക്, ആ ഒരു ശുശ്രൂഷ അങ്ങനെ നാമകരണം ചെയ്യാനായിട്ട് കാരണമായത്. കാരണം ഈ ഷാലോമിലെ ശുശ്രൂഷ ആരംഭിക്കുന്ന തൊട്ട് മുമ്പ് സോജിയച്ചൻ ഒരു കാസറ്റ് ഇറക്കി. ആ കാസറ്റിൻ്റെ പേര് അഭിഷേകാഗ്നി എന്നാണ്. അപ്പോൾ ആ കാസറ്റിലെ ഒരു പാട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഹൃദയത്തെ സ്പർശിച്ചൊരു പാട്ടാണ്. സോജിച്ച് എഴുതിയ പാട്ടാണ്. സോജിച്ച് പഠിച്ചിട്ടുണ്ട്. ആ പാട്ടിലാണ് പരിശുദ്ധാത്മാവേ സഹായക എന്നുള്ള ആ പാട്ട് സോജിച്ച് എഴുതിയ പാട്ടാണത്. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ, നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ സോജിച്ചിന് പറഞ്ഞ അച്ഛാ ആ അഭിഷേകാഗ്നി എന്ന പേര് ഷാലോമിൽ നമ്മുടെ പുതിയ പ്രോഗ്രാമിന് കൊടുക്കാം. സോജിച്ചിന് ഭയങ്കര സന്തോഷമായിരുന്നു. സോജിച്ചിന് അതിനെക്കുറിച്ച്, സോജിച്ച് നമ്മുടെ കൂടെ തീർച്ചയായിട്ടും സോജിച്ചിന് അതിനെക്കുറിച്ചൊന്ന് പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇറക്കിയൊരു കാസറ്റാണ് അഭിഷേകാഗ്നി. അപ്പോൾ ഈ കാസറ്റിന് എന്ത് പേരിടണമെന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ ഒരു വാക്ക് കർത്താവിന് തരണത്. കാരണം സെഹിയോനിൽ നിറഞ്ഞ അഭിഷേകാഗ്നി. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം മനസ്സിലേക്ക് വന്നിട്ടാണ് പരിശുദ്ധാത്മാവെ സഹായക ആ പാട്ട് എഴുതുകയും അങ്ങനെ ആ പാട്ട് കർത്താവ് അഭിഷേകം ചെയ്യുകയും പിന്നെ വട്ടാലച്ചൻ ആ വാക്കെല്ലാം ഈ എപ്പിസോഡിൻ്റെ പേരായിട്ട് ഉപയോഗിക്കുകയും പിന്നെ ടൈറ്റിൽ സോങ് ആയിട്ട് വരികയും ചെയ്ത് പരിശുദ്ധാത്മാവ് എന്നെ ജീവിതത്തിൽ പ്രത്യേകം സഹായിച്ച ഒരു കാലഘട്ടത്തിൽ അതിനെ ഓർത്ത് എഴുതിയൊരു പാട്ടാണ്. ആത്മാവിൻ്റെ ഒരു ഇൻഡ്യൂഷനിലൂടെ കിട്ടിയൊരു ഇതാണല്ലേ. പരിശുദ്ധാത്മാവ് തന്നെ ഞാൻ ഓർക്കുകയാണ്. ഞാൻ ഒരിക്കലും ഒരു രാത്രി ജാഗരണ പ്രാർത്ഥനയ്ക്ക് പാലക്കാട് കത്തീഡ്രൽ പള്ളി പോകുന്ന സമയത്ത് പാസ് സെൻറ്ററിൽ പോയിരുന്നിട്ട് എഴുതിയ പാട്ടാണത്. ആ ഒരു ജാഗരണ പ്രാർത്ഥനയ്ക്ക് തൊട്ട് മുമ്പായിട്ട് പരിശുദ്ധാത്മാവ് സഹായിച്ച കാലങ്ങളെല്ലാം ഓർത്ത് എഴുതിയപ്പോൾ ഒരു വാക്ക്, ഈ അഭിഷേകാഗ്നി എന്ന വാക്ക് അങ്ങോട്ട് കിട്ടി. അപ്പോൾ അങ്ങനെ പാട്ട് കർത്താവ് അഭിഷേകാക്കി മാറ്റി. ബെന്നി സാറിനോട് കാര്യങ്ങൾ പറഞ്ഞത് ഈ ടൈറ്റിൽസ് ഇതായിട്ട് അഭിഷേകാഗ്നി എന്ന പേര് കൊടുക്കാൻ ആഗ്രഹം. സാറിന് വളരെ സന്തോഷമായിരുന്നു. സാൻഡോ ബ്രദർ ഉണ്ടായിരുന്നു. സാൻഡോ ബ്രദറും എല്ലാവരും വളരെ സന്തോഷത്തോടെ വെൽക്കം ചെയ്തു. അങ്ങനെ അഭിഷേക് എന്ന പേര് നമ്മുടെ ഈ ഷാലോം ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇട്ടു. ഒരു 2005 ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഷാലോം ടി വിയിൽ അഭിഷേകാഗ്നി ആദ്യമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത്. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു ആ ഒരു സമയം എന്നൊക്കെ പറയുന്നത് ഈ ഒരു ആത്മീയ കാര്യങ്ങൾ ഇതേപോലെ ഒരു വിഷ്വൽ മീഡിയയിലൂടെ വരുന്ന ഒരു രീതിയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ
ഒരു ദൃശ്യമാധ്യമത്തിലൂടെ ഈ ദൈവവചനം കുടുംബങ്ങളിൽ എത്തിക്കണം, സമൂഹത്തിൽ എത്തിക്കണം, ഈ ലോകം മുഴുവനിലേക്കും എത്തിക്കണം എന്നുള്ള ഒരു ചിന്ത അത് അച്ഛൻ പങ്കുവെച്ചു. പക്ഷെ അതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്. തീർച്ചയായിട്ടും ഇതൊരു 1000 എപ്പിസോഡിലേക്ക് കിടക്കുമ്പോൾ അതിന് പിന്നിലുള്ള അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പ്രേക്ഷകർക്ക് അറിയാനായിട്ട് ഒരു കൗതുകമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ അഭിഷേകാഗ്നി എപ്പിസോഡ് നമ്മൾ ചുമതല നമ്മൾ ദൗത്യം ഏറ്റെടുത്തു. ഷാലോമിനോട് പറഞ്ഞു ഞങ്ങൾ ചെയ്യാം. ഷാലോം വളരെ സന്തോഷത്തോടെ സമ്മതിച്ചു. പിന്നെ ഞങ്ങളുടെ അതിൻ്റെ ബുദ്ധിമുട്ടുകളായി. കാരണം ഇത് റെക്കോർഡിങ്, ഇതിൻ്റെ എഡിറ്റിങ്, അതുപോലെ ഇതിന് വേണ്ട ഇതിൻ്റെ ടെക്നീഷ്യൻസിനെ കണ്ടുപിടിക്കണം, ഇതിൻ്റെ ഉപകരണങ്ങൾ, സ്റ്റുഡിയോ, ഇതിനു വേണ്ടി സാമ്പത്തിക ആവശ്യങ്ങൾ. അപ്പോൾ അന്ന് വളരെ ശക്തമായി കൂടെ നിന്ന ബ്രദറാണ് ബ്രദർ സാബു, കാസർഗോഡ് നിന്നുള്ള സാബു വളയംപള്ളി എന്ന് പറയുന്ന സാബു ബ്രദർ. സാബു ബ്രദറാണ് അന്ന് കുറേ ഭവനങ്ങളൊക്കെ പോയി ഇങ്ങനെ ആളുകൾ ചോദിക്കുകയാണ്, ഞങ്ങളിങ്ങനെ ശുശ്രൂഷ തുടങ്ങുന്നുണ്ട്, ഞങ്ങൾ ക്യാമറ വേണം, ഒരു 1000 രൂപ സ്പോൺസർ ചെയ്യാവോ, ഒരു 2000 രൂപ സ്പോൺസർ ചെയ്യാവോ, അല്ലെങ്കിൽ ക്യാമറയ്ക്ക് എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യാവോ. അങ്ങനെ നിരവധി കുടുംബങ്ങൾ, നമുക്കറിയാവുന്ന കുടുംബങ്ങൾ, നിരവധി കുടുംബങ്ങളിൽ സാബു ബ്രദറും കുറച്ച് പേരും കൂടെ പേഴ്സണലായിട്ട് അവർ സന്ദർശനം നടത്തി ഒരുപാട് കഷ്ടതകൾ സഹിച്ചിട്ടുണ്ട്. കൂടെയുള്ള ടീം അംഗങ്ങൾ, സാബു ബ്രദറുടെ നേതൃത്വത്തിലുള്ള ടീം അംഗങ്ങൾ, അതുപോലെ സിസ്റ്റർ ബെനീറ്റ CMCയും അതുപോലെ ഒത്തിരി സിസ്റ്റർമാരും ഇതിനോട് ക്ലേശങ്ങൾ സഹിച്ച് അതിനുവേണ്ടി ഒരുപാട് ഇതുപോലെ ഫണ്ട് റേസ് ചെയ്യാനും ഇത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു. പിന്നെ അതിനേക്കാളെല്ലാം ഉപരി ഒത്തിരി പേര് പ്രാർത്ഥന വഴി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് ഈ പ്രോഗ്രാമിന് ഇതൊരു ആത്മീയ ടച്ച് കിട്ടണം. അപ്പോൾ എപ്പോഴും കർത്താവിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഒരു ശക്തമായൊരു തോന്നലിങ്ങനെയാണ്, ഒരു അരമണിക്കൂർ ശുശ്രൂഷയിൽ ദൈവജനം പങ്കെടുക്കുമ്പോൾ ആ ദൈവജനത്തിന് ആ അരമണിക്കൂർ കൊണ്ട് ഒരു അനുഭവം കിട്ടണം. അത് ഒരാഗ്രഹവും നിർബന്ധമായിരുന്നു. അതിനുവേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ സാബു ബ്രദറിനാണ് കർത്താവ് ഇതിൻ്റെ ഒരു റൂട്ട് വെളിപ്പെടുത്തി കൊടുത്തത്. അതായത് ഇതെങ്ങനെയാണ് ഈ പ്രോഗ്രാം സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഒരു ചെറിയ ടൈറ്റിൽ സോങ്, പിന്നെ ചെറിയ ടെസ്റ്റ് മണി, പിന്നെ ഇത് ഒരു വചന ശുശ്രൂഷ, അതിനുശേഷം ഒരു ചെറിയ ഒരു ആരാധന, ഇങ്ങനെ ഇതെല്ലാം കൂടെ കൂടുന്ന ഒരു ചെറിയൊരു നല്ല ഒരു കുറേ ശുശ്രൂഷകളുടെ ഒരു സംഗമം സാബു ബ്രദർ ടീമിൽ പങ്കുവെച്ചു. ടീമിൽ എല്ലാവരും പ്രാർത്ഥിച്ചു. എല്ലാവർക്കും അന്നുണ്ടായിരുന്ന അച്ഛന്മാർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അത് സ്വീകാര്യമായി. അങ്ങനെയാണ് ആ ഒരു ശുശ്രൂഷ പാറ്റേൺ അഭിഷേകത്തിലേക്ക് എടുത്തത്. പിന്നെ അതിനുള്ള കഷ്ടപ്പാടുകൾ എടുക്കാൻ കൂടെയുള്ള ശുശ്രൂഷകരും സിസ്റ്റേഴ്സും എല്ലാം ഒറ്റ മനസ്സ്, അതിനകത്ത് 2 മനസ്സ് ഒരിക്കലും വന്നിട്ടില്ല. ഒരു കാര്യം പറഞ്ഞാൽ അതിന് അപ്പുറത്തേക്കില്ല ഇപ്പുറത്തേക്കില്ല, അതേപോലെ. അതുകൊണ്ട് തന്നെ കർത്താവ് കരുണ കാണിച്ചു. ശരിക്കും എല്ലാ കാര്യത്തിലും കർത്താവിൻ്റെ കരുണ വളരെ പ്രകടമായിട്ടുണ്ടായിരുന്നു. ശാലോം TVയിലൂടെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിഷേകാഗ്നി എന്ന പ്രോഗ്രാം, ഇതിൻ്റെ തുടക്കവും ആ തുടക്കകാലത്തുണ്ടായിരുന്ന പ്രതിസന്ധികളും പിന്നെ അതിൻ്റെ ഒരു ട്രാൻസിഷനും അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറയാൻ കഴിയുന്ന ആളാണ് സാബു കാസർഗോഡ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. പ്രൈസ് ദി ലോർഡ്. ആദ്യമായി തന്നെ അഭിഷേകാഗ്നി 1000 എപ്പിസോഡിലോട് എത്തി നിൽക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഒരു ചാനലിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. സാമ്പത്തികമായിട്ട് ഉള്ള ഒരു സാധ്യതകളും സെഹിയോൻ്റെ മുമ്പിൽ അപ്പോഴില്ല. ഈ സമയത്താണ് ഈ ദൗത്യം അച്ഛൻ എന്നെ ഏൽപ്പിക്കുന്നത്. ഏതായാലും തിരിച്ചൊന്നും പറയാൻ പറ്റാതെ പോയി. ആ ദൗത്യം ഞാൻ ഏറ്റെടുത്തു. പ്രിയമുള്ളവരെ, അധികം താമസിക്കാതെ അതിൻ്റെ ഉള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയായിരുന്നു ആദ്യം ആരംഭിച്ചത്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഞാൻ ഒരുപാട് ദേവാലയങ്ങൾ കവർ ചെയ്തു. പട്ടായലച്ചൻ്റെ ഒരു ലെറ്റർ തയ്യാറാക്കി അനേകം പള്ളികളിലൂടെ ഞാൻ യാത്ര ചെയ്തു. എന്നിട്ട് ഓരോ അച്ഛന്മാരെ കണ്ടിട്ട് പറയുമായിരുന്നു, അച്ഛാ എത്ര കുർബാന, ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്, അച്ഛൻ ഞങ്ങൾക്ക് കുറച്ച് കുർബാന ചൊല്ലി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അച്ഛനോട് ചോദിക്കും, അച്ഛൻ എത്ര കുർബാന ഞങ്ങൾക്ക് വേണ്ടി തരാൻ പറ്റും? അപ്പോൾ ചില അച്ഛന്മാർ 5, ചില അച്ഛന്മാർ 10, അങ്ങനെ ചില കണക്കുകളൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്ന് ഓർക്കുന്നു, ഒരു ടാർഗറ്റ് ഇട്ടു, 1000 കുർബാന. 1000 കുർബാന അന്ന് ഉറപ്പായി ഈ ഒരു ദൗത്യത്തിന് വേണ്ടി വൈദികരിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. അപ്പോൾ തന്നെ മറ്റൊരു പ്രചോദനം കിട്ടി, സിസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെടാനായിട്ട്. ഞാൻ ഓർക്കുന്നു, ആ കാലഘട്ടങ്ങളിൽ പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും അതുപോലെ പാലായുടെ പല പ്രദേശത്തുള്ള പ്രൊവിൻഷ്യൽ ഹൗസുകളും ജനറേറ്ററുകളും ഞങ്ങൾ സന്ദർശിച്ചു. എന്നിട്ട് അവരുടെ അധികാരികളെ കണ്ട്
ഇങ്ങനൊരു ശുശ്രൂഷ തുടങ്ങാൻ കർത്താവ് ഒരു പ്രേരണ നൽകുന്നു, ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. കർത്താവ് നൽകിയത് 20,000 ജപമാലയായിരുന്നു തുടങ്ങാൻ. അന്ന് 20,000 എന്നൊക്കെ പറഞ്ഞാൽ അട്ടപ്പാടിയെ സംബന്ധിച്ച് ഈ ജപമാല കളക്ട് ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. സോഷ്യൽ മീഡിയ ഒന്നുമില്ലാത്തൊരു കാലഘട്ടമാണ്. സിസ്റ്റേഴ്സ് ആ കമ്മിറ്റ്മെൻറ്റ് ഏറ്റെടുത്തു. അങ്ങനെ 20,000 ജപമാലയുടെ പിൻബലം, ഉറപ്പ് സിസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഇതിന് ലഭിക്കുകയുണ്ടായി. പിന്നീട് സെഹ്യോനിൽ വരുന്ന അൽമായ ശുശ്രൂഷകരോട് ജപമാല ചെല്ലാൻ പറഞ്ഞു. അത് എത്രയുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അതുപോലെ ഉപവാസം പറഞ്ഞു. ഏകദേശം 30,000-ഓളം ഉപവാസമാണ് ഇതിനു വേണ്ടി കളക്ട് ചെയ്തത് ഈ ശുശ്രൂഷ ആരംഭിക്കാനായിട്ട്. അത് കൂടുതൽ ഉപവസിച്ചവരുണ്ടാകാം. ഏതായാലും ഇത്രയും പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും പിൻബലത്തോടു കൂടി ഈ ശുശ്രൂഷ മുന്നോട്ടേക്ക് പോകുമ്പോൾ കർത്താവിൻ്റെ വലിയ അനുഗ്രഹത്താൽ 2004 ഡിസംബർ 17-ാം തീയതി സെഹിയോൻ ടെലിവിഷൻ എന്ന പേരിൽ ഒരു മിനിസ്ട്രി അഭിയോന്യ മാർ ജേക്കബ് മനത്തോടത്ത് പിതാവ് ആശീർവദിച്ചു. അതിൻ്റെ ഡയറക്ടറായിട്ട് ബഹുമാനപ്പെട്ട വട്ടായിലച്ചനെ നിയമിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും. അപ്പം എനിക്ക് തോന്നുന്നത് സിസ്റ്ററിനായിരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് പറ്റുന്നത്. ഇനി കുറച്ചും കൂടെ ഒന്ന് ആഡ് ചെയ്ത്, പ്രത്യേകിച്ചും ഇത് ഒരു ആത്മീയ ശുശ്രൂഷയാണ്. അപ്പോൾ അത് കുടുംബങ്ങളിൽ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണ് ശരിക്കും. അപ്പോൾ അത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഇപ്പോഴും നമുക്ക് ഒരു ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ ടീം അംഗങ്ങളുടെ ഒരു എഫേർട്ടിനെ കുറിച്ച് അച്ഛനിപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഏതൊക്കെ തരത്തിലായിരുന്നു ആ ഒരു എഫേർട്ട് എടുത്തത്? അതിൻ്റെ ഒരു റിസൾട്ട് അല്ലേ ഇത്? വാസ്തവത്തിൽ പറയുകയാണെങ്കിൽ അച്ഛൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഭവനങ്ങളിൽ കയറി പൈസ ചോദിക്കാൻ ഞാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്നു. ഓക്കെ, അത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൗബ്രദർ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ പറയും, ഇവിടെ ഇത് പോണോ, ഇത് ഇങ്ങനെ പോണോ, പോയ വല്ലതും കിട്ടുമോ എന്നൊക്കെ. കിട്ടും സൗബ്രദർ, നമുക്ക് പോവാം, ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പറയും. അങ്ങനെ ഒരുമിച്ച് പോയി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇത് കൊടുക്കണ്ടേ, ഒത്തിരി പൈസ ചിലവുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ. അപ്പോൾ ആ പൈസ എങ്ങനെയുണ്ടാവുമെന്ന് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ഉടനെ വട്ടായച്ചൻ പറയും, പൈസേനെ കുറിച്ച് ചിന്തിക്കണ്ട, പരിശുദ്ധാത്മാവ് തുടങ്ങിയതാണെങ്കിൽ അത് നടന്നിരിക്കും, നിങ്ങൾ പേടിക്കേ വേണ്ട, ഒരു വിധത്തിലും പേടിക്കണ്ട എന്ന് പറയും. അപ്പോൾ ആളുകൾ ധ്യാനിക്കാൻ വരുമ്പോൾ അങ്ങനെ സ്പോൺസർ ചെയ്ത് പൈസ തരാൻ ഇട വന്നിട്ടുണ്ട്. എന്നും ഇവിടുത്തെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, അങ്ങനെയാണ് അച്ഛൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഒരിക്കൽ ഫോണിൻ്റെ ബില്ലടയ്ക്കാൻ പൈസയില്ല. അപ്പോൾ അച്ഛൻ എവിടെയോ പോവാണ്. അപ്പോൾ അച്ഛൻ ഞാൻ പറഞ്ഞു, അച്ഛാ ഇന്ന് ഫോണിൻ്റെ ബില്ലടയ്ക്കണം, പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു എത്ര രൂപയാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ രൂപ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, സിസ്റ്റർ ഇവിടെ ഇരുന്ന് കൊന്തയല്ലിക്കോ, 2 മണി 2:30 മണിയാകുമ്പോൾ ഒരു ടീച്ചർ തൃശ്ശൂരിൽ നിന്ന് വരും, അത് പൈസ തരും, അതിൻ്റെ ദശാംശം തരും, അത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ചില്ല, സത്യം പറയുകയാണെങ്കിൽ അന്ന് ഞാൻ വിശ്വസിച്ചില്ല. എങ്കിലും അച്ഛൻ പറഞ്ഞതനുസരിച്ചിരുന്ന് കൊന്തയല്ലി. അവിടെ കൊന്തയല്ലിയിരുന്ന് കൃത്യം 2:30 മണിയായപ്പോൾ ഒരാൾ വന്നു. ആ എത്ര പൈസയാണോ കൊടുക്കാനുള്ളത് അതാണ് സെഹ്യോൻ്റെ ഇത്. കൂടുതൽ കിട്ടില്ല, കുറവും കിട്ടില്ല. ആ കൊടുക്കാനുള്ള പൈസയുടെ കൃത്യം നമ്പർ ദശാംശമായിട്ട് ആ സ്ത്രീ ടീച്ചർ കൊണ്ടു തന്നു. അപ്പോൾ അന്ന് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, പരിശുദ്ധാത്മാവ് തുടങ്ങിയ കാര്യം പരിശുദ്ധാത്മാവിനാൽ തന്നെ നിർവഹിക്കപ്പെടുന്നു എന്ന് തെളിയിച്ച ഒരു അനുഭവമായിട്ടാണ് അന്ന് എനിക്ക് ഇത് ഉണ്ടായിട്ടുള്ളത്. സിസ്റ്റർ പറഞ്ഞ ഒരു കാര്യം കൂടെ, അതായത് അതുപോലെ തന്നെ ടീമംഗങ്ങൾ ഒത്തിരി പ്രാർത്ഥന, കുരിശിൻ്റെ വഴികൾ, ഇവരുടെ പ്രാർത്ഥന. ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ടീമംഗങ്ങളൊക്കെ പ്രാർത്ഥന ചൊല്ലി എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ കടന്നു വന്നത്. അപ്പോൾ അച്ഛന് പെട്ടെന്ന് തോന്നി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലെന്ന് തോന്നി. പെട്ടെന്ന് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ, ഇന്ന് എപ്പിസോഡ് എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അന്ന് അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. വീണ്ടും ഈ ചെല്ലിയോടത്തോളം എല്ലാ പ്രാർത്ഥനകളും ആവർത്തിച്ച് ചെല്ലിയതിന് ശേഷമാണ് ആ എപ്പിസോഡ് എടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ പ്രാർത്ഥനയും പ്രാചിത്വവും ഉപവാസവും, ഈ 3 കാര്യത്തിൽ അച്ഛൻ ഒരു നെല്ലട ആരെയും ചിലപ്പോൾ എന്താ വെച്ചാൽ രാവിലെ കുർബാന കഴിഞ്ഞ് തുടങ്ങിയാൽ രാത്രി 7 മണി 8 മണി ആവും ഒരു എപ്പിസോഡ് കിട്ടുമ്പോഴേക്കും. അതുപോലെ തടസ്സങ്ങളും. പിന്നെ അത് വളരെ ക്ഷമാപൂർവം ഈ ടീമംഗങ്ങൾ എന്ന് പറഞ്ഞല്ലോ, ടീമംഗളിൽ ഞാൻ മാത്രമേ സിസ്റ്ററുള്ളൂ, ബാക്കി എല്ലാവരും ലേ പീപ്പിളാണ്. അവരൊക്കെ
ഞാൻ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ട് മനസ്സിൽ, അയ്യോ ഞാൻ എണീറ്റ് പോകാൻ മതി അച്ഛൻ വയ്യ പോവാന്ന് പറയാന്ന്. അപ്പോൾ അവരുടെ ക്ഷമ കണ്ടിട്ട് ഞാൻ ക്ഷമ പഠിച്ചിട്ടുണ്ട് ശരിക്കും. ഈ കുടുംബങ്ങളിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചുകുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെ അത് സ്വീകരിക്കുക മാത്രമല്ല, അവർ വലിയൊരു ആത്മീയ നിറവിലും സൗഖ്യത്തിലേക്കും പോകും. ഇത് വലിയ കൃപയുടെയും അത്ഭുതത്തിൻ്റെയും ദൈവിക ഇടപെടലിൻ്റെയും അഭിഷേകം നിറയുന്നതിൻ്റെയൊക്കെ സമയമാണ്. ശക്തമായ ഡെലിവറൻസ് നടക്കുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തുക. എത്ര ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്ര ഉച്ചത്തിൽ കുടുംബം ഒന്നിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ, ഈ സമയം അങ്ങയുടെ അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവേ. ആരാധന 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 ആരാധന. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഗ്ലോറി ഗ്ലോറി. പവർ പവർ. കൈയടിച്ച് തുള്ളിച്ചാടി. ഈ അഭിഷേകാഗ്നി കൂടി പ്രാർത്ഥിക്കുമ്പോൾ ആളുകൾ, ഈ കുട്ടികൾ, അതുപോലെ മുതിർന്ന വലിയ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഞാൻ പലപ്പോഴും എനിക്ക് ഭയങ്കര ഒരു അനുഭവം ഉണ്ടായത്, ഒരു മദ്യപാനിയായ ഒരു മനുഷ്യൻ വന്നിട്ട് അപ്പം ഭാര്യ പറഞ്ഞു, ചേട്ടാ ഒന്നൊരു ഈ ഒരു എപ്പിസോഡ് കാണുക. അപ്പോൾ ഞാനും കാണുന്നില്ല എന്ന് പറഞ്ഞു നിന്നിട്ട് അപ്പം പറയാം, അച്ഛൻ്റെ ആ കൈയടിക്കലും തുള്ളിച്ചാട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സന്തോഷം തോന്നി. പിന്നെ അഭിഷേകാഗ്നി കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് അഭിഷേകാഗ്നി കൺവെൻഷൻ കൂടി. പിന്നെ ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് എന്നേക്കുമായി മദ്യപാനം നിർത്താനാണ്. റോയി എന്നാണ് എനിക്ക് തോന്നുന്നു പേരൊക്കെ, അതങ്ങനത്തുള്ള അത് ഞാൻ എപ്പോഴും ഓർത്തിരിക്കും. പിന്നെ അതങ്ങ് മാറിയിട്ട് പിന്നെ വലിയ വീട്, ഒരു മാടപ്പര പോലത്തെ ഒരു വീടായിരുന്നു. പിന്നെ ആ മനുഷ്യനെ ഇങ്ങനെ ഉയർത്തി, പള്ളിയിലെ കൈക്കാരൻ, അങ്ങനത്തെ വിൻസെൻ്റ് പോള്, അങ്ങനെ മാനസാന്തരത്തിൻ്റെ വഴിയാണ് ഈ അത്ഭുതത്തെക്കാളിലുപരിയായിട്ട്. അതൊക്കെ എനിക്കൊരു വലിയൊരു പ്രചോദനം ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു. മാനസാന്തരം, അതുപോലെ രോഗസൗഖ്യം, കൂടുതലായിട്ട് വചനം കേൾക്കുമ്പോഴത്തേക്ക് ഹൃദയത്തിൻ്റെ വലിയൊരു പരിവർത്തനം ഉണ്ടാകുന്നൊരു ഒരു അനുഭവമൊക്കെ ഇതിലൂടെ കാണാനായിട്ട്. തീർച്ചയായിട്ടും ഇത്തരം ധാരാളം അനുഭവങ്ങൾ. എനിക്ക് തോന്നുന്നത് 1000 എപ്പിസോഡുകളിൽ ഇപ്പോൾ 1000 സാക്ഷ്യങ്ങളായിരിക്കും വന്നിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം അതൊന്നുമല്ല, 10,000-കണക്കിനേറെ സാക്ഷ്യങ്ങൾ ഈ അഭിഷേകാഗ്നിക്ക് പറയാനുണ്ട്. ഇന്ന് ഞായറാഴ്ച 8:30 കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ്, വ്യക്തികളാണ്. ഇതിലൂടെയൊക്കെ ഈ ഒരു രോഗത്തിനുള്ള സൗഖ്യം മാത്രമല്ല, മറിച്ച് സാംസൺ സൂചിപ്പിച്ചതുപോലെ വലിയൊരു മനസാന്തരത്തിലേക്ക്, ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചിലേക്ക്, ഒരു ആത്മീയ ഉണർവിലേക്ക് അനേകരെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേപോലത്തെ ചില എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിൽ ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞതുപോലെ പറയാൻ പറ്റുന്ന 1-2 ടെസ്റ്റിമണീസ് ടൈലച്ചനോ അല്ലെ സോജിയച്ചനോ ഒന്ന് പങ്കുവെച്ചാൽ നന്നായിരിക്കും. ദൈവവചനം കേട്ടപ്പോൾ ഉണ്ടായ ആഴമേറിയ മാനസാന്തരം അല്ലേ. പല ആളുകളും ഇതുപോലെ അവരുടെ സാക്ഷ്യത്തിൻ്റെ സമയത്ത് അവർ ഈ അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടലിന് പറഞ്ഞാലും അവരുടെ അതിനുശേഷം അവരുടെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി സമർപ്പണം ചെയ്തതിൻ്റെ പല അനുഭവങ്ങളും ആളുകൾ വന്ന് ഇവിടെ അട്ടപ്പാടിയിൽ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഷെയർ ചെയ്യാറുണ്ട്, പങ്കുവെക്കാറുണ്ട്. ഞാൻ ഓർക്കുന്നൊരു കാര്യം, ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തോമസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനാണെന്ന് തോന്നുന്നു, 32 വർഷം ഒരിക്കൽ പോലും പള്ളിയിൽ പോവുകയോ പ്രാർത്ഥനയ്ക്കോ ഒന്നും കൂടാതെ ഒരു സെക്കുലർ മനുഷ്യനായി ജീവിച്ച ഒരു വ്യക്തി. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ അദ്ദേഹം ഇത് ചെറുതായിട്ടൊരു ആരോ ആൾ പറഞ്ഞു ഈ അഭിഷേകത്തിന് കൂട്. അങ്ങനെ അദ്ദേഹം കൂടി. അങ്ങനെ 1-2 തവണ കൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും കൂടണമെന്ന് ആഗ്രഹം തോന്നി. അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവേശിച്ചു. അദ്ദേഹം നന്നായി അനുതാപം കൊണ്ട് നിറഞ്ഞു പോയി മാനസാന്തരപ്പെട്ടു. ജീവിതത്തിൽ ഒരിക്കൽ പോലും അങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങൾ താല്പര്യമില്ലാത്ത വ്യക്തി ശരിക്കും ഒരു യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷകനായി മാറി. അദ്ദേഹം ബാംഗ്ലൂർ കൺവെൻഷന് വന്ന് സാക്ഷ്യപ്പെടുത്തി ഞാൻ ഓർമ്മിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ വന്ന് ഈ അവരുടെ ജീവിതത്തിൻ്റെ ഒരു അപ്സൈഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ നേരെ ജീവിതം തിരിഞ്ഞു വന്ന അനുഭവങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഒരിക്കൽ ഒരു കുട്ടി, അതിന് കാലിന് നീളക്കുറവാണ്. അപ്പോൾ ഈ കുട്ടിക്ക് നല്ല വേദനയുണ്ട്, കിടന്ന് വേദന കൊണ്ട് പൊളയുന്നുണ്ട്. അപ്പോൾ അമ്മ ഈ കുട്ടീനെ കൊണ്ട് അഭിഷേകാഗ്നി ശുശ്രൂഷ നടക്കുന്ന സമയത്ത് TV-യുടെ അടുത്ത് വന്ന് ആരാണ്ട സമയത്തൊന്ന് മുട്ടിച്ചു. തുടർന്ന് നോക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ കാലിലെ ഒരു പ്രത്യേക ചെരുപ്പായിരുന്നു. അതെല്ലാം പൊട്ടിച്ച് കളഞ്ഞ് പിറ്റേ ദിവസം മുതൽ ആ കുട്ടി 2 കാലും ഒരേപോലെയായിട്ട് മാറി. അതേപോലത്തെ വലിയ മേജർ ഹീലിങ്സും കർത്താവ് അഭിഷേകാഗ്നി ശുശ്രൂഷ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. എന്താണേലും ഈ പ്രോഗ്രാമിൽ അവസാനിക്കുന്നതല്ല, അഭിഷേകാഗ്നിയിലൂടെ ലോകം സ്വീകരിച്ചിട്ടുള്ള കൃപകൾ. അപ്പം തീർച്ചയായിട്ടും അതോർത്ത് നമുക്ക് ദൈവത്തിന് വീണ്ടും വീണ്ടും നന്ദി പറയാം. അപ്പോൾ ഈ ഒരു 1000ാമത് എപ്പിസോഡിൽ
ഇതിലും വലിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും ദൈവം ഈ ശുശ്രൂഷയിലൂടെ ചെയ്യും. ഇന്ന് അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ തുടക്കത്തെക്കുറിച്ചും അതിൻ്റെ അഭിഷേകത്തിൻ്റെ ഉറവയെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു. നാളെ കൃത്യം ഈ സമയത്ത് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രത്യാശയോടെ എല്ലാവർക്കും ദൈവകൃപ നേർന്നു. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ.